എല്ലാവർക്കും നമസ്കാരം. ശിവപുരാണ പാരായണം 5-ാം ദിവസം. ഓം നമ ശിവായ. പ്രദോഷ വ്രത മാഹാത്മ്യം പാരായണം തുടരുന്നു. കുമാരന്മാർക്ക് നിധി കിട്ടുന്നത്. മന്ദവാരേ കൃഷ്ണപക്ഷത്രയോദശി വന്നുകൂടും ദിനേ നോറ്റു തുടങ്ങിനാർ. വിപ്രോക്തമായുള്ള കർമ്മം പിഴയാതെ വിപ്രകുമാരനും ക്ഷത്രിയപുത്രനും കൃത്യം തുടങ്ങിനാരീശ്വരപ്രീതിയെ നിത്യശുദ്ധന്മാരുത ഉദാര പ്രകൃതികൾ നീലകണ്ഠാർച്ചന ചെയ്യും ശിശുക്കൾക്കും 4 മാസം കഴിഞ്ഞോരോ ദശാന്തരേ ബ്രാഹ്മണീപുത്രനാം ബാലൻ ശുചീവ്രതൻ ബ്രാഹ്മേ മുഹൂർത്തെ ഉണർന്നെഴുന്നേറ്റുടൻ താനെ പുറപ്പെട്ടു ചെന്നു നദീജലെ സ്നാനവും ചെയ്തു ജപിച്ചു നിൽക്കും വിധവും കല്ലോലജാലങ്ങൾ തല്ലിപ്പിളർന്നുടൻ കല്ലോലിനീതടം വീഴുന്ന വെള്ളത്തിൽ പെട്ടെന്നു കണ്ടു തുടങ്ങി വലിയൊരു കുട്ടകം മെല്ലെ ഉരുണ്ടു വരുന്നതും. ഈശ്വരാനുഗ്രഹം എന്നങ്ങുറച്ചിത് വിശ്വാസം ഉൾക്കൊണ്ടണഞ്ഞു ശുചീവ്രതൻ. എത്തിപ്പിടിച്ചു ശിരസിലാക്കിക്കൊണ്ട് പോറ്റിയെ ധ്യാനിച്ചു കൊണ്ടുപോന്നിടിനാൻ. വീർത്തും വിയർത്തും തളർന്നും പണിപ്പെട്ട് ചീർത്തോരു കുട്ടകം കൊണ്ടു ഗ്രഹം പൊക്കു. മാതാവിനോടു വിളിച്ചു പറഞ്ഞത് ചൂതായുധാരി പ്രസാദങ്ങൾ കാൺക നീ. നിക്ഷേപകുംഭം മണിസ്വർണപൂരിതം ദക്ഷാരികാരുണ്യം എത്രയും വിസ്മയം ചിത്രം പ്രദോഷ മാഹാത്മ്യമെന്ന് അമ്മയിന്തത്ര വിളിച്ചിതു ധർമ്മഗുപ്തം മുതാ. കൽപ്പോടു മക്കളെ നിങ്ങൾ ഈ ദ്രവ്യത്തിൽ ഒപ്പം വിഭജിച്ചെടുത്തുകൊൾ പിന്മുതാ. ഗൗരി സഹായൻ പ്രസാദിക്ക കാരണം ദാരിദ്ര്യ ദുഃഖം ശമിച്ചു നിങ്ങൾക്കഹോ. ഉച്ചയ്ക്കും അന്തിക്കുമും ഓരോ ഗ്രഹം പൊക്കു ഭിക്ഷയ്ക്കു തേടി നടന്നഹോ. എത്ര നാളുണ്ടെൻ്റെ മക്കൾ ദുഃഖിക്കുന്നു, ഇത്രകാലം ദുഃഖമെന്നുണ്ട് കൽപ്പിതം. ദുഷ്കാലമൊക്കവേ നീങ്ങി നമുക്കിന്ന് ശുഷ്കാന്തിയോടെ ശിവാർച്ചനം ചെയ്യുകയാൽ ഇത്തരം മാതൃവാക്യങ്ങളെ കേട്ടു നിന്നുത്തരം രാജകുമാരനും ചൊല്ലിനാൻ. 2 പകുക്കുന്നതെന്തിനം എന്നംബികേ, 2 ഭാവമില്ലെന്നുടെ മാനസേ. നിന്തിരൂപാത ശുശ്രൂഷയല്ലാതൊരു ചിന്തിതമില്ല ഞങ്ങൾക്കെന്നറിയ നീ. ശൈവാർച്ചനം ഞങ്ങൾ 2 പേർക്കും സമം, ദൈവവിശ്വാസവും തുല്യമെന്നോർക്ക നീ. ഏകനിൽ കാരുണ്യം അന്യനിൽ ദ്വേഷവും ലോകനാഥങ്കൽ ഭവിക്കുമോ ശോഭനെ. ജാതിക്രമത്തിനടുത്ത പോലെ ശിവൻ പ്രീതിക്രമം കാട്ടുമെന്നേ വരൂ ദൃഢം. എന്നെക്കുറിച്ചും പ്രസാദിക്കും ഈശ്വരൻ, എന്നാൽ എനിക്കും ശമിക്കും ദരിദ്രത. 6-7 മാസം കഴിയാതെ ഇതുകൊണ്ട് വേറായി പകുക്കരുതെന്നെൻ്റെ മാനസം. കിഞ്ചിൽ ക്ഷമിച്ചാലും എന്നുര ചെയ്തവൻ ചഞ്ചലം വിട്ടു തപം തുടങ്ങിനാൻ. രാജകുമാരൻ്റെ അനുരാഗം. ലോകനാഥാർച്ചനം ചെയ്തങ്ങിരുവരും ഏകസംവത്സരം യാചനം ചെയ്തുടൻ ഏകദാ ചെന്നു വനപ്രദേശങ്ങളിൽ ഏകാന്തമോദം നടന്നു തുടങ്ങിനാർ. വന്നു വസന്തം വിളങ്ങി വനങ്ങളും മന്ദപാതങ്ങളും വന്നിതു ശീതളം. പൂങ്കുയിൽ കൂട്ടവും തേന്മാവ് തന്നെ പൂങ്കുരൽ തോറും പറന്നു നടന്നിതു. നല്ല കുരുക്കുത്തി മുല്ലയ്ക്ക് സമങ്ങൾ ഉല്ലസിച്ചിടുന്ന വല്യഗ്രഹങ്ങളും ഫുല്ലാരബിന്ദങ്ങളെല്ലാം സരസിലെ കല്ലോലമാരുതത്തല്ലാൽ വിറച്ചിതു. വണ്ടു വിരണ്ടു മുരണ്ടു മധുരമായി ഉണ്ടു മധുരസന്തണ്ടി നടക്കുന്നു. പേടമാൻകൂട്ടം നടക്കുന്ന ദിക്കിനെ തേടി പുറപ്പെട്ടു കൃഷ്ണസാരങ്ങളും. ആനത്തലവനും ആനന്ദം ഉൾക്കൊണ്ടു താനെ പിടിക്കൂട്ടമെത്തിപ്പിടിച്ചിതു. ചെമ്പകബാണപ്രതാപം മുഴക്കയാൽ ഇമ്പം കലർന്നു പകർന്നു വനാന്തരം. ഭൂദേവപുത്രനും ഭൂപാലപുത്രനും മമതേന കാനനെ കേളിയാടും വിധവും കാണുമാറായി വന്നു ഗന്ധർവ കന്യകമാർ വീണയും വായിച്ചു മേവുന്നതന്തികെ. കണ്ടാലഴകുള്ള തണ്ടാർമിഴികളെ കണ്ടു കുതൂഹലം പൂണ്ടു നൃപാത്മജൻ. സുപ്രസാദസ്മിതത്തോടെ പതുക്കവേ വിപ്രകുമാരനെ നോക്കി പറഞ്ഞിതു. കണ്ടാലും അഗ്രേ കളിപ്പൂമരക്കാവിലുണ്ടൊരു കൂട്ടം രമിക്കുന്നു നാരിമാർ. കണ്ടാൽ മനോഹരം കണ്ണിനൊരാനന്ദമുണ്ടാക്കുമാകാര ചാരു സൗന്ദര്യവും. പോക്കടോ മെല്ലെ ശുചീവ്രത, നാം ചെന്ന് സ്ത്രീകളെ കണ്ടങ്ങറിഞ്ഞിട്ട് പോന്നിടുക എന്നതു കേട്ടു പറഞ്ഞു ശുചീവ്രതൻ. നിന്നുടെ മോഹം തരമല്ലടോ സഖേ. സ്ത്രീ സന്നിധാനം ത്യജിക്കേണമേവന് സ്ത്രീ സംഗമം ബ്രഹ്മചാരിക്ക് യോഗ്യമോ. ഏണാക്ഷിമാരുടെ ഹാസഭാവങ്ങളെ കാണാതിരിക്കുക നമുക്കു നല്ലു സഖേ. കണ്ടാൽ മനക്കാം വിളക്കം തരുണിമാരുണ്ടാം. അനർത്ഥം സമർത്ഥനെന്നാകിലും ധീരനെന്നാകിലും ബുദ്ധിമാനാകിലും വീരനെന്നാകിലും വിദ്വാനതാകിലും നാരിമാർ തൻ മുമ്പിലെത്തിയിടിനാൽ ഉടൻ പാരമ്പരാധീനം എന്നറിയുക നീ. പുഞ്ചിരി കൊഞ്ചലും കൺമയക്കങ്ങളും നെഞ്ചിൽ തറച്ചൊഴിച്ചു
നെഞ്ചിൽ തറച്ചാൽ ഒഴിച്ചുകൊൾ പിൻപണിയും. ചില്ലി വിലാസവും നല്ലൊരു ഹാസവും സല്ലാപ സൗജന്യ കല്യാണലീലയും എല്ലാം നിരൂപിച്ചു മല്ലാക്ഷിമാരുടെ വല്ലാത്ത കൺമുനത്തല്ലാൽ വശം കെടും. മല്ലീശ്വരൻ തച്ചു കൊല്ലുന്ന മുമ്പേ വല്ലയിടവും പോക നല്ലു നമുക്കളും. കണ്ടങ്ങിരിക്കെ പിടിച്ചു പറിക്കുന്ന വണ്ടാർ കുഴലിമാരോട് കളിക്കൊല. സ്നേഹിച്ച് കാൽക്കൽ പതിക്കുന്ന മർത്യനെ സ്നേഹമില്ലാതുള്ള കൂട്ടമീ നാരിമാർ. ദ്രവ്യത്തിൽ ആഗ്രഹം കൊണ്ടു ധരണിമാർ ഭവ്യനെ കണ്ടാൽ വശത്താക്കും അപ്പോഴേ. വിത്തം പതുക്കെ കരസ്ഥമാക്കിക്കൊണ്ട് സത്വരം പിന്നെ ത്യജിക്കുമെന്നോർക്ക നീ. രണ്ടു പണം കയ്യിലുള്ള പുരുഷനെ കണ്ടാലയക്കിൽ ഇന്ദീവരാക്ഷിമാർ. ലൗകൈക സുന്ദര നിന്നെ തരുണിമാരാകവേ കൂടി സുഖഭ്രാന്തി കാരണാൽ ഹാലാഹലം കൊണ്ട് മന്ദപ്രകാശനാക്കിയിടും ധരിക്ക നീ. ശങ്കരാരാധനത്തിങ്കലെ നിഷ്ഠയും അംഗമാരാശവും മടിക്കുമോ? എങ്ങനെ നമ്മുടെ വാസമെന്നുള്ളതും എങ്ങനെ നാം വളർത്തിയിടുമെന്നുള്ളതും ആര് നമുക്കു സഹായമെന്നുള്ളതും ആരെ നാം സേവിച്ചിരിക്കുന്നതെന്നതും ഓരാതെ പാരാതെ തീരാ ദുഃഖങ്ങൾ ആരാഞ്ഞു പാഞ്ഞു പോവല്ല കുമാരക. ശക്തിയും കാന്തിയും ശ്രീയും ജഗന്നാഥ ഭക്തിയും ശുദ്ധിയും ബുദ്ധിപ്രകാശവും നല്ല തപസ്സും യശസ്സും നശിച്ചു പോവും. നല്ല അർമണിയോട് ചേർന്ന് കൂടിനാൽ പിമ്പുറം വാങ്ങി ഗമിച്ചു നാം ഇന്നടോ. കിംഫലം സ്ത്രീകളെ കണ്ടാൽ വരും സഖേ. ഇത്തം ശുചീവൃതാലാപങ്ങൾ ബാലന്റെ ചിത്തത്തിലേതും കടന്നീല കേവലം. മെല്ലെ തിരിച്ചു പരസ്ത്രീകൾ നിൽക്കുന്ന വല്യഗ്രഹം നോക്കി നോക്കി ക്ഷീരീശ്വരൻ. ദൂരത്തു വാങ്ങി വസിച്ചു ശുചീവൃതൻ. ധീരർക്കു പുല്ലും തരുണിമാരും സമം. ഓം നമഃ ശിവായ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.